എക്സാം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? പ്രധാന ടെൻഷൻ എന്തുകൊണ്ടായിരിക്കും? ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. എങ്ങനെ നോക്കിയാലും നമുക്ക് പഠിച്ച് തീർക്കാനേ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുറേ സമയം ഇരുന്ന് പഠിക്കണം, എന്നാലാണ് നമുക്ക് പോർഷൻസ് തീർക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല മക്കളെ, നമ്മൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കുറേ ടോപ്പിക്സ് വേഗം തന്നെ തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ആ കുഞ്ഞു കുഞ്ഞു ടിപ്സ് നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ട എന്താ കാര്യം എന്താണ്? ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് അല്ലേ? ഇനി മുതൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു തോന്നലാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കുറേ ടോപ്പിക്സ് അവിടെ കിടക്കുന്നു, എവിടെ നിന്ന് തുടങ്ങണം ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ടെൻഷൻസ് ഒക്കെ മാറ്റി വയ്ക്കും. ഓക്കെ, നമ്മൾ ആദ്യം മുതൽ തുടങ്ങാൻ പോവുകയാണ്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ തുടങ്ങും എന്നുള്ള അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഏരിയ അതൊന്ന് ക്ലീൻ ആക്കി വെക്കാം. ഓക്കെ, എല്ലാം നമുക്ക് എപ്പോഴും ഒരു തുടക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ഫ്രഷ്നെസ് നമുക്കതൊന്ന് ഫീൽ ചെയ്യണം അല്ലേ? അപ്പോൾ എപ്പോഴും പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്താ ചെയ്യുക, ആ ഒരു ഏരിയ വലിയ സ്റ്റഡി റൂം വേണമെന്നൊന്നല്ല മിസ് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലാണെന്നുണ്ടെങ്കിൽ കൂടിയും എന്താ ചെയ്യുക, അതൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മതി. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ള അത്യാവശ്യമുള്ള ബുക്കുകൾ, സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ വെക്കുക. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊന്നും ഇങ്ങനെ അട്ടിട്ടിട്ട് അവിടെ ഇങ്ങനെ നിരത്തി പരത്തൊന്നും കെടുത്തുണ്ട്. കാരണം അത് ഭയങ്കര മെസ്സി ആയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്കും പഠിക്കാനുള്ള ആ ഒരു ഫോക്കസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് അവിടെ വെക്കുക. പിന്നെ നമുക്ക് ഈ വിശന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് വീണ്ടും പോകും അല്ലേ? അത് മിസ്സിനൊക്കെ പ്രധാന പ്രശ്നമാണ്. വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന തലയിലൊന്നും കയറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സ്നാക്സോ എന്തെങ്കിലും ചെറിയ ചെറിയ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വല്ല കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ സൈഡിൽ വെച്ചോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോകുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് മിസ്സിനുള്ള ടെൻഡൻസിയാണ്, നിങ്ങൾക്ക് അത് ഉണ്ടോ എന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴും പഠിക്കുന്നതിന് മുന്നേ എന്താ ചെയ്യുക, നമ്മൾ എത്ര പോർഷൻസ് ആണ് പഠിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ ഇരുന്നല്ലോ, ഇനി നമ്മൾ ആലോചിക്കുക എത്ര സമയമാണ് ഞാൻ ഇരുന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, അതും എത്ര ടോപ്പിക്സ് ആണ് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ടോപ്പിക്സ് എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊരു ഫിക്സ് ചെയ്ത് വെക്കുക. ഞാൻ ഇന്നത്തെ ദിവസം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത്ര ടോപ്പിക്സ് ആണ്, ഈ സബ്ജക്റ്റിൽ ഇത്ര ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഇത്ര സബ്ജക്ട്സ് ആണ് ഞാനിവിടെ തീർക്കാനായിട്ട് പോകുന്നത്, അത് എത്ര ചാപ്റ്റർ വീതം, എത്ര സമയം ഇരിക്കും, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക തുടക്കം തന്നെ. ഓക്കെ, റെഡി? പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം എപ്പോഴാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുക. ചിലർക്ക് രാവിലെ നല്ല എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ട്, ഇപ്പോൾ ആരും എഴുന്നേറ്റൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ടൈമിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ പഠിക്കാനും രാത്രി പഠിക്കാനും ട്രൈ ചെയ്ത് നോക്കുക. അതിന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഏത് സമയത്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന സമയം ഏതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ആ ഒരു കറക്റ്റായിട്ടൊരു ഹാബിറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഡെയിലി ആ സമയത്ത് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കുക, രാത്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഏത് സമയമാണ് പഠിക്കാനായിട്ട് താല്പര്യമുള്ളത് ആ സമയത്ത് തന്നെ കറക്റ്റായിട്ടൊരു ഹാബിറ്റാക്കി കൊണ്ടുപോകാം. ഓക്കെ, കാരണം നമ്മൾ തുടക്കം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നീട് നമ്മളത് കറക്റ്റായിട്ട് അതേ സമയം തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്കൊരു ശീലമാകും. പഠനം എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നില്ല, അത് നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് മാറിക്കോളും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ടിങ് 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഫോണൊക്കെ എടുത്ത് നോക്കാനുള്ള ടെൻഡൻസി, ആരോ മെസ്സേജ് അയച്ചത്, എന്തായിരിക്കും മെസ്സേജ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാനുള്ളൊരു ടെൻഡൻസി വരും അല്ലേ? അത് അറിയാതിരുന്നു കഴിഞ്ഞാൽ പോരെ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടെൻഡൻസി ഇല്ല. അപ്പോൾ നമുക്ക് ഈ പഠനത്തിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുക, ഓഫ് ആക്കി വെക്കാം. ഓക്കെ, എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും എടുത്ത് നോക്കാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓഫ് ആക്കി വെക്കുക. പിന്നെ എക്സാം ടൈമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് കഴിഞ്ഞാലൊക്കെ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് സമയം എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, മീൻസ് എനിക്ക് ലോഗ് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസേജ് നമുക്ക്
കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന അതായത് ഒരു ടൈം ലിമിറ്റ് ഒക്കെ വെച്ച് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സമയം മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അത് കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യണം, ഓഫ് ആക്കി അങ്ങോട്ട് വെക്കാം. പിന്നെ വലിയൊരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോയി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ വലിയൊരു ചാപ്റ്ററാണ്, ഈശ്വര ഭഗവാനെ കുറേ ഉണ്ടല്ലോ പഠിക്കാൻ എന്നുള്ള ആ ഒരു ചിന്താഗതി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. വലിയ ചാപ്റ്ററിനെ കുട്ടി പീസാക്കി വെക്കുക. അല്ലെങ്കിൽ വലിയൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ ടോപ്പിക് ആക്കി മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ആകുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വേഗം പയ്യെ തിന്നാ പനയും തിന്നും എന്നൊക്കെ പറയണ പോലെ തന്നെ എന്താണ്, കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഒരു നമ്മുടെ ടൈമർ അത് അവിടെ വെച്ചോ. ഓക്കെ, നമ്മുടെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണിത്. അതായത് ഒരു ടൈം അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡെഡ് ലൈൻ എപ്പോഴും നമ്മൾ വെക്കുക. ഈ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ഇവിടെ മുതൽ ഇത്രയും വരെ ടോപ്പിക്കുകൾ തീർത്തിരിക്കും. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റാത്ത തരത്തിലുള്ള ഡെഡ് ലൈൻ വെക്കരുത്. അതായത് ചെറിയൊരു സമയം വെച്ചിട്ട് ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം തുടക്കത്തിൽ ഒരു ആവേശം ഉണ്ടായിക്കില്ല, സ്വാഭാവികം മാത്രം. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആവേശം കൂടി പോയത്. നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എന്ത് ചെയ്യണം, ഡെഡ് ലൈൻസ് വെക്കുക. അങ്ങനെ ആ ഡെഡ് ലൈൻസിനുള്ളിൽ നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും, നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗിഫ്റ്റുകൾ തരാനായിട്ട് വേറെ ആരും വേണമെന്നില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അതായത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഇത്രയും ടോപ്പിക്ക് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഗെയിം ഞാൻ കളിക്കും. അങ്ങനെ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഗിഫ്റ്റുകൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ ആ ഡെഡ് ലൈൻ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാശി ഉണ്ടായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിക്കാം. ഓക്കെ, ഫ്രണ്ടിനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ കമ്പൈൻ സ്റ്റഡിയൊക്കെ നല്ല തന്നെയാണ്, പെട്ടെന്ന് പോർഷൻസ് ഒക്കെ തീർക്കാൻ പറ്റും. പക്ഷെ കമ്പൈൻ സ്റ്റഡി അധികം വർത്താനം കൂടുതലാവാത്ത തരത്തിലുള്ള കമ്പൈൻ സ്റ്റഡി വേണം ചെയ്യാനായിട്ട്. കാരണം 3-ൽ കൂടുതൽ പേര് എന്തായാലും കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ട, 2 പേര് മാത്രം. ഓക്കെ, മാക്സിമം 2 അല്ലെങ്കിൽ അത്രയും പോയി കഴിഞ്ഞാൽ 3-ൽ കൂടുതലായിട്ട് വേണ്ട കമ്പൈൻ സ്റ്റഡിക്ക്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ള തരത്തിലുള്ള ഫ്രണ്ട്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. പഠിക്കാൻ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രണ്ട്സ് വേണം. അല്ലാത്ത ഫ്രണ്ട്സിനായിട്ട് മക്കളെ നിങ്ങൾ എന്തായാലും കമ്പൈൻ സ്റ്റഡി ചെയ്യേണ്ട, കാരണം നിങ്ങൾക്കും പഠിക്കാൻ പറ്റില്ല, അവർക്കും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 2 പേരും അങ്ങോട്ടും പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാം. പെട്ടെന്ന് പഠിച്ച് പോകാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡെഡ് ലൈൻസ് ഒക്കെ വെക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വാശിയോടെ കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. സ്പീഡിൽ നമുക്ക് ഓരോ ടോപ്പിക്ക് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ഫോക്കസ് മാറിപ്പോവില്ല. ഓക്കെ, പിന്നെ ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കേണ്ട. മിസ്സുമാരെ പോമഡോറോ ടെക്നിക്കൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് നമുക്ക് 25 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ബ്രേക്ക്, വീണ്ടും ഒരു 25 അല്ലെങ്കിൽ 20 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, പിന്നെ ബുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ. പക്ഷേ വിചാരിച്ച പോലെ സ്പീഡിൽ പോർഷൻസ് തീർക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എക്സാം ടൈമിൽ നിങ്ങൾ മാക്സിമം ജങ്ക് ഫുഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ ബ്രെയിൻ ഫുഡ്സ് ഒക്കെ പറയില്ലേ, ഇപ്പം നമ്മുടെ മെമ്മറി പവറൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നട്ട്സും സീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ജസ്റ്റ്, നട്ട്സിനൊക്കെ ഒരുപാട് പൈസയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ളതുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നല്ലോ, അച്ഛനോട് അമ്മോടും വാശിയൊന്നും പിടിക്കാനല്ല കേട്ടോ മിസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ കഴിക്കുക. അനാവശ്യമായിട്ടുള്ള ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ലീഫ് ആയിട്ടുള്ള നമ്മുടെ ഇലക്കറികളൊക്കെ ഉണ്ടല്ലോ, ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫിഷ്, മത്സ്യം, പിന്നെ അതേപോലെ തന്നെ ബെറീസ് ഉണ്ട്, സ്ട്രോബെറി, ബ്ലൂബെറി, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അവക്കാഡോ കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ എഗ്സ്, പിന്നെ കോഫി ആൻഡ് ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. രാത്രി നിങ്ങൾ എന്താ പറയുക, ഒരുപാട് ലേറ്റായിട്ട് കോഫിയും ടീയും കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു സ്ലീപ്പിംഗ് സൈക്കിളിനൊക്കെ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി അധികം ലേറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കോഫിയും ടീയും കുടിക്കരുത്. അപ്പോൾ ഈ കോഫിയും ടീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പക്ഷെ അധികം അഡിക്റ്റഡ് ആയിട്ട് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ബ്രെയിൻ ഫുഡ്സ് എന്ന് പറയുന്ന ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി പവർ കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ റെഡിയാക്കുക. ഇപ്പം മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്പീഡിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ചെയ്ത് നോക്കൂലേ? റെഡി അല്ലേ? റെഡി ആണെന്ന് മിസ് ഞാനൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കിയിരിക്കും എന്നുള്ളത് പറയാനായിട്ട് വേഗം എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ബോക്സ് മിസ് ഓപ്പൺ ആക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രൈ ചെയ്ത് നോക്കും മിസ്സേ എന്നുള്ള ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ മിസ്സിന് ഭയങ്കര സന്തോഷമാകും. റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം.